ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ട് എനിക്ക്. പക്ഷെ അതിന്റെ മുമ്പ് ഒരു ഉപചോദ്യം കൂടി ചോദിക്കണം ആവശ്യത്തിൽ. ഞാൻ ഈ ആദ്യം സുന്നത്ത് വായിച്ചപ്പോ ഉസ്താദ് പാഠപുസ്തകം ഞാൻ കാണിക്കുന്നുള്ള ഓർത്തില്ല. അതുകൊണ്ട് ഇങ്ങൾക്കിപ്പോ വലിയ സംഗതിയല്ലേ, ഞങ്ങൾ 100 സ്ഥലത്ത് മറുപടി പറഞ്ഞു. മദാഹിബുൽ അർബയുടെ വലിയ ആനത്തലയെന്നാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടല്ലേ വന്നിട്ടുള്ളത്. മദാഹിബുൽ അർബയുടെ കർത്താവ് അയാളെ മതം അംഗീകരിക്കാത്ത ആളാണ്, മുജാഹിദിന്റെ ആശയം കടന്നുകൂടിയാണ് ഉസ്താദ് പറഞ്ഞു. പക്ഷെ നെഞ്ചത്ത് കൈകെട്ടണം എന്ന് തന്നെ എഴുതിയപ്പോ മുജാഹിദാർ ഇങ്ങനെ കൈകെട്ടും പോലെ ഉസ്താദ് കാണിച്ചു. സത്യത്തിൽ ഇങ്ങനെ ഒന്നും കൈകെട്ടാൻ മുജാഹിദ് പഠിപ്പിക്കുന്നില്ല. മുജാഹിദ് പഠിപ്പിക്കുന്നത് അസ്റഫിൽ അള്ളാഹിന, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്വം കൈകണം. അത് ജമല് എന്ന് പറഞ്ഞ കിതാബിലെ ഉസ്താദ് ഓതിയിട്ടുണ്ടല്ലോ. അപ്പൊ ജമൽ എന്ന കിതാബിലെ ആയിക്കോട്ടെ, അത് നിങ്ങളാ പറഞ്ഞു തന്നെ. അതിനകത്ത് എന്താ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്വം കൈവെക്കാന്ന അത് ഹൃദയമാണ്. അതെവിടെയല്ലേ, നമുക്കൊന്നും പള്ളയിലല്ല, എന്തായാലും നെഞ്ചിലാണ് ഹൃദയങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ കാണിച്ച പോലെ മുജാഹിദുകൾ ആരും കൈകെട്ടാറില്ല. അങ്ങനെ കൈയിടുന്നെങ്കിൽ മുജാഹിദുകൾ അഷ്റഫുൽ അഅ്ലാന്റെ മേല് കൈകെട്ടിട്ടുണ്ട്. അതന്നല്ലേ ഇപ്പത് അഷ്റഫുൽ അഅ്ലാന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കെട്ടണമെന്നല്ല, നെഞ്ചിന്റെ മുകളിൽ നിന്ന് അതുവരെ അങ്ങനെ എല്ലാം തന്നെ ഞാനും പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ കെട്ടലെന്നല്ലേ, അത് ഉറപ്പന്നെ ഉള്ളു. നിങ്ങൾ അങ്ങനെ തന്നെയാണ് കെട്ടല്. അതിനെ ഞാൻ പറഞ്ഞത് അങ്ങനെ കെട്ടണം എന്ന് പറയുന്ന അഭിപ്രായം അത് 4 മദ്ഹബുകൾക്കും ഇസ്ലാമിക അഭിപ്രായങ്ങൾക്കും എതിരാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല. അബൂദാവൂദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ബദ്റുൽ മജ്ഹൂദിൽ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ പറഞ്ഞത് ജമലിൽ പറഞ്ഞിട്ടുണ്ട്, ജമൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കളവ് പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ കളവിന്റെ കൂട്ടത്തിൽ നിങ്ങളെ പഠിപ്പിച്ച മറ്റൊരു കളവാണത്. ജമലിൽ പറഞ്ഞത് നെഞ്ചന്റെ മുകളിൽ കൈവെട്ടണമെന്ന് ഒരു ജമലിലും പറഞ്ഞിട്ടില്ല. മുജാഹിദ് നിങ്ങളെ വലിയ നേതാവുണ്ട്, അയാൾ പറഞ്ഞു പത്തുമൂലുണ്ട് 125 പേജിലുണ്ട്. ഞാൻ പത്തുമൂലി പറഞ്ഞ് വെല്ലു വിളിച്ചു, കാണിച്ചു തരാൻ പറ്റുമോ? പത്തുമൂലുള്ള എന്താ, ജമലിലുള്ള എന്താ, നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ. എന്നിട്ട് പറയും അസ്റഫുല്ലാഹ് നോണ പച്ച കളവാണ്. നിങ്ങൾ ജമല് കണ്ടുകൊള്ളു, നിങ്ങൾ ആ ഇബാറത്ത് കണ്ടിട്ടുണ്ടോ? ശുദ്ധ കളവ് പച്ച കള്ളം പറഞ്ഞ് മുജാഹിദ് മൗലവിമാര് പറ്റിക്കുമ്പോ ഒന്ന് മറിച്ചു നോക്കിക്കൂടെ അതൊക്കെ? എന്നിട്ട് പോരെ ഈ ജാതി കളവിൽ പെട്ടുപോവുക. മൗലവിമാർ നിങ്ങൾ കളവെന്നെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. നിങ്ങളതിൽ പെട്ടുപോകരുത്. നല്ല ഒരു മാനുഷ സംസ്കാരം എന്ന നിലക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക.